നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അഫാൻ പറയുന്നതല്ല റഹീം പറയുന്നത്. ഇതൊന്നുമായി ബന്ധമില്ലാത്തതാണ് റഹീമിൻ്റെ ഭാര്യയും അഫാൻ്റെ മാതാവും ഇപ്പോൾ ഷെമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഞ്ചുനീറി നെഞ്ചു കലങ്ങി ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലൂടെ തന്നെയാണ് മാതാവ് കടന്നു പോകുന്നതെങ്കിലും അവസാന നിമിഷവും തൻ്റെ ഇളയ മകനെ കൊലപ്പെടുത്തിയെങ്കിൽ പോലും മൂത്ത മകനെ സംരക്ഷിക്കുന്ന നിലപാട് എന്തുകൊണ്ട് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഉത്തരമില്ലാ ചോദ്യമായി അവശേഷിക്കുന്നത്. അതുകൂടാതെ പല ചോദ്യങ്ങളും. ഇത്രയും വലിയ കടം എങ്ങനെ വരുത്തി വെച്ചു? പിതാവിൻ്റെ സാമ്പത്തിക ബാധ്യതയുടെ ഉത്തരവാദിത്തം എങ്ങനെയാണ് അഫാനുമേൽ ചാർത്തപ്പെട്ടത്? ചോദ്യങ്ങൾ അങ്ങനെ ഒട്ടേറെയാണ്. ദുരൂഹതകളും അതുപോലെ തന്നെ ബാക്കിയാണ്. ചുരുളഴിയാൻ നിരവധി കാര്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. നാടിനെ തന്നെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടപ്പോൾ പോലും നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ തരത്തിലുള്ള നമ്പറുകളാണ് അഫാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാവിലെ തന്നെ ശുചിമുറിയിൽ കുഴഞ്ഞു വീഴുന്നത് പോലുള്ള ഒരു അഭിനയവും അതിനു പിന്നാലെ തെളിവെടുപ്പ് മുടക്കാനും അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കാനുമുള്ള നീക്കങ്ങൾ അഫാൻ നടത്തുന്നുവെന്നുള്ള സംശയമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. ഇനി അഫാൻ കാണിക്കാൻ പോകുന്ന പലതരം ഉഡായിപ്പുകളെക്കുറിച്ചാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. അതിനിടയിലാണ് അഫാൻ്റെ വക്കാലത്ത് ഏറ്റെടുത്ത വക്കീൽ പോലും അതുപേക്ഷിച്ച് ഓടിപ്പോയ ഒരു കാഴ്ച കാണുവാൻ സാധിച്ചിരിക്കുന്നത്. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് നെടുമങ്ങാട് കോടതി അഫാനെ പാങ്ങോട് പോലീസിന് കൈമാറിയത്. ഇളയ മകൻ അഹ്സാൻ്റെ മരണവിവരം ഉമ്മ ഷെമിയെ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. റഹീമിൻ്റെ സാന്നിധ്യത്തിൽ, ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർമാർ ഇക്കാര്യം ഷെമിയോട് പറഞ്ഞത്. ഒരുപക്ഷെ മകനെ സംരക്ഷിക്കുന്ന ഷെമിക്ക് കുറച്ചെങ്കിലും ഒരു മാറ്റമുണ്ടാകട്ടെ എന്ന് പോലീസുകാർ കരുതി കാണും. അറിയാവുന്ന വിവരം അങ്ങനെയെങ്കിലും പുറത്ത് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അഫാനാകട്ടെ ഉമ്മ മരിച്ചിട്ടില്ല എന്നുള്ള വിവരം അറിയുന്നതോ കേവലം 2 ദിവസങ്ങൾക്ക് മുൻപ്. അങ്ങനെ പരസ്പരം കാര്യങ്ങൾ അറിയിച്ച് ഇരുവർക്കും പ്രകോപനം സൃഷ്ടിച്ച് അവരിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ്, തത്രപ്പാടിലാണ് പോലീസ്. ഉമ്മ മരിച്ചെന്ന് കരുതി തന്നെയാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്താനായി അഫാൻ മുന്നിട്ടിറങ്ങിയതെന്ന് നേരത്തെ പോലീസിനോട് പറഞ്ഞ കാര്യമാണ്. മണിക്കൂറുകളുടെ ഇടവേളയിലാണ് സ്വന്തം ഉമ്മയും സഹോദരനും കാമുകിയും അടക്കം 6 പേരെ അഫാൻ ആക്രമിച്ച് അതിൽ 5 പേരെ കൊലപ്പെടുത്തിയത്. ഉമ്മയൊഴികെ ബാക്കി എല്ലാവരും ഈ ഭൂമുഖത്തു നിന്നും വിട പറഞ്ഞു. കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും നടുക്കുന്ന, ഏറ്റവും അരോചകമായ, ഭയപ്പെടുത്തുന്ന ഒരു കൂട്ടക്കൊലകളിലൊന്നായി ഇത് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതി അഫാൻ്റെ വക്കാലത്ത് ഏറ്റെടുത്ത അഡ്വക്കേറ്റിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളും വിമർശനങ്ങളും, എന്തിനേറെ പറയുന്നു KPCCക്ക് അടക്കം പരാതി ലഭിച്ചത്. കാരണം അഡ്വക്കേറ്റ് ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. അഡ്വക്കേറ്റ് K. ഉവൈസ് ഖാൻ ആരനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അഫാൻ്റെ കേസ് ഉവൈസ് ഖാൻ ഏറ്റെടുത്തതിന് പിന്നാലെ KPCCക്ക് നിരവധി പരാതിയാണ് കിട്ടിയത്. ഇത് കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റ് അടക്കം പരാതി കൊടുത്തു. കേസിൽ ഹാജരാകലിൽ നിന്നും ഉവൈസിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ് സെയ്താലി അടക്കം ഈ പരാതി നൽകി. തൊട്ടുപിറകെ അഫാൻ്റെ വക്കാലത്തിൽ നിന്നും വക്കീൽ പിന്മാറിയതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യൻ അഫാൻ അസാധാരണമായി പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ഇതുവരെയുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തതുമൊക്കെ തന്നെയാണ് പോലീസിനെയും ഡോക്ടർമാരെയും വലയ്ക്കുന്നത്. താനും മരിക്കുമെന്ന ഭീഷണി തൊട്ടുപിറകെ പോലീസ് ഉദ്യോഗസ്ഥരോട്. അവരുടെ അടക്കമുറക്കം കെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അഫാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും ജയിൽ അധികൃതർ അഫാനിൽ മാത്രം കണ്ണ് പതിപ്പിച്ചിരിക്കുന്നു. കണ്ണിമ വെട്ടാതെ അഫാൻ്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം തന്നെ നിരീക്ഷിക്കുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി ആയതുകൊണ്ട് തന്നെ ക്യാമറ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റേഷനിൽ പ്രതിയെ നിരീക്ഷിച്ചു പോരുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പാങ്ങോട് സ്റ്റേഷനിലെത്തിച്ച് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അഫാൻ്റെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക ബാധ്യത കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യം. കൊലപ്പെടുത്തിയത് അഫാനാണെന്നുള്ളതിൽ തെളിവ് ശേഖരണം, ശാസ്ത്രീയമായ തെളിവുകളും മറ്റുമൊക്കെ തന്നെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. കൊലപാതക കാരണം അഫാൻ പറയുന്നതിന് കൂടുതൽ ബലം നൽകണമെങ്കിൽ അതിന് പ്രാഥമികമായി കണ്ടെത്തേണ്ടത് ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘത്തെ തന്നെ പോലീസ് നിയോഗിച്ചു കഴിഞ്ഞു. അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെയാണ് പുതിയ ടീമിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് അഫാനും പിതാവും മാതാവും പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളുണ്ട്. ഇത് കൂട്ടി യോജിപ്പിക്കുക, ഇതിലെ പസിൽ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള വലിയ വെല്ലുവിളി. ഒരുപക്ഷെ ആരെങ്കിലും 2 പേർ പറയുന്നതെങ്കിലും ശരിയായാൽ പോലീസിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസമുണ്ടാകും. എന്നാൽ
ഇത് തമ്മിൽ ആനയും ആടും പോലെ തന്നെ വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തിയാൽ മാത്രമേ അടുത്ത പടി പോലും എടുത്തു വയ്ക്കാനായി സാധിക്കൂ. കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ പിതാവിൻ്റെ മാതാവിനോട് സാമ്പത്തിക സഹായം ചോദിച്ചു, കിട്ടിയില്ല. അവരുടെ കൈവശം 2 സ്വർണ്ണമാല ഉണ്ടായിരുന്നിട്ട് പോലും അത് നൽകാൻ അവർ തയ്യാറായില്ല എന്നാണ് അഫാൻ പറഞ്ഞത്. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന കിളവിക്ക് എന്തിനാണ് സ്വർണ്ണമാല, ഇനി എത്ര കാലം എന്നുള്ള ചിന്തകളാണ് അഫാനെ അലട്ടിയതെന്നും അഫാൻ തന്നെ മൊഴി നൽകുന്നുണ്ട്. എന്നാൽ പിന്നീട് താൻ ചോദിച്ചിട്ട് നൽകാത്ത ഒരു മാല അത് കാണാതായതെന്നാണ് അഫാനോട് ഉമ്മുമ്മ പറഞ്ഞത്. എന്നാൽ താൻ മനസ്സിലാക്കിയത് ബന്ധുവായ മറ്റൊരാൾക്ക് ഈ മാല അവർ കൊടുത്തു. ഇതൊക്കെ തന്നെ വൈരാഗ്യത്തിനുള്ള, കൊലയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളായി മാറിയെന്നാണ് അഫാൻ പറയുന്നത്. അഫാനെ ഈ കൊലയിലേക്ക് നയിച്ചത് ഈ പറയുന്നത് പോലെ സിനിമകളോ മറ്റൊന്നും തന്നെ അല്ല എന്ന് അഫാൻ തന്നെ തുറന്നു പറയുന്നു. വ്യക്തിപരമായ നീരസം തന്നെയാണ്. ഇനി അഫാൻ മദ്യലഹരിയിലായിരുന്നോ, മറ്റ് രാസലഹരികൾ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ, മയക്കുമരുന്നടക്കം ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ദുരൂഹമായ വിഷയം. അതിലും കൃത്യമായ വിവരം ലഭിച്ചിരിക്കുന്നു. അഫാൻ്റെ രക്തപരിശോധനാ സാമ്പിളിൽ ലഹരി ഉപയോഗത്തിൻ്റെ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മദ്യത്തിൻ്റെയും ഒരംശവും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ചെറിയ തോതിൽ പേരിന് വേണ്ടി കഴിച്ച മദ്യത്തിൻ്റെ അളവ് ഒരിക്കലും രക്തത്തിൽ പ്രകടമായി കാണില്ല. അളവ് കുറവായതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായി അറിയിക്കാത്തത്, രക്തത്തിൽ സ്ഥിരീകരിക്കാത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ കഴിച്ച എലിവിഷത്തിൻ്റെ അംശം കൂടിയ അളവിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഫാൻ ഇതൊക്കെ തന്നെ നടത്തിയത് സ്വബോധത്തോടു കൂടി തന്നെയാണ്, പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ്. ഇനി മനോനിലയെ സംബന്ധിച്ചുള്ള സൂചനകൾ മാത്രമാണ് പുറത്തു വരേണ്ടത്. എങ്ങനെ ഇത്രയും കോൾഡ് ബ്ലഡഡ് മർഡർ നടത്താനായി അഫാനെ നയിച്ചു, അതിനുള്ള പ്രേരകം, ഇതിനപ്പുറത്തേക്കുള്ള കാരണങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അന്വേഷിക്കുന്നത്. കൊലപാതകം നടന്ന് 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ കാരണം എന്ത് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി നിൽക്കുന്നു. കടബാധ്യത എന്നുള്ളതിൽ മാത്രം ഊന്നി മുന്നോട്ട് പോയാൽ കേസ് എവിടെയും എത്തില്ല എന്നുള്ള തോന്നൽ പോലീസിനടക്കമുണ്ട്. 65 ലക്ഷം രൂപയ്ക്കകത്ത് കടം ഈ കുടുംബത്തിനുണ്ടായിരുന്നു. പലിശ മാത്രമായി ഓരോ ദിവസവും 10,000-ലധികം രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? അതിനുള്ള സാമ്പത്തിക സ്രോതസ് എന്ത്? ഇതൊക്കെ തന്നെയാണ് കുടുംബത്തെ അലട്ടിയത്. എന്നാൽ ഇത്രയധികം സാമ്പത്തിക ബാധ്യതയെ പൂർണ്ണമായും തള്ളിക്കളയുന്നു പിതാവ് റഹീമും. എങ്ങനെയാണ് ഈ സാമ്പത്തിക ബാധ്യത വന്നതെന്നാണ് അദ്ദേഹം അടക്കം ചോദിക്കുന്നത്. 7 കൊല്ലമായി വിദേശത്ത്, ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം നാട്ടിലെത്തിയിരിക്കുന്നു. കുടുംബത്തിൻ്റെ ഈ ലക്ഷങ്ങളുടെ കടബാധ്യത ഒരു തരത്തിലും, ഒരു ഘട്ടത്തിൽ പോലും ഷിമിയോ അഫാനോ റഹീമിനെ അറിയിച്ചിരുന്നില്ല. ചിട്ടിയിലും പലിശ ഇടപാടിലും ഒക്കെ തന്നെ സ്വർണം പണയം വെച്ചും ഇതൊക്കെ വരുത്തിക്കൂട്ടി എന്ന് പറയുമ്പോൾ 65 ലക്ഷത്തോളമൊക്കെ എത്തണമെങ്കിൽ അത് ഏത് രീതിയിലുള്ള കളികളായിരിക്കുമെന്നുള്ള സംശയമാണ് പോലീസിനെ അലട്ടുന്നത്. എന്നാൽ എന്തിനാണ് സ്വന്തം ഭർത്താവിൽ നിന്നും, സ്വന്തം പിതാവിൽ നിന്നും ഈ ഉമ്മയും മകനും ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചത്, മറച്ചു പിടിച്ചത്? ആത്മഹത്യ അടക്കം ചെയ്യാൻ തീരുമാനിക്കുന്നു, കുടുംബത്തെ അടക്കം കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് സ്വന്തം പിതാവിനോട് നിന്നും ആ മകൻ പറയാൻ തയ്യാറായില്ല? ഇതൊക്കെയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നത്. അഫാന്റെ കുടുംബവുമായി സാമ്പത്തികമായി ഇടപാട് നടത്തിയ സകലമാന ആളുകളുടെയും മൊഴി പോലീസ് ശേഖരിക്കുന്നു. ഇപ്പോഴും പോലീസ് ആവശ്യപ്പെടുന്നു, ആർക്കെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ അത് കൃത്യമായ തെളിവ് രേഖകൾ സഹിതം പോലീസിനോട് അറിയിക്കണമെന്നുള്ളത്. എന്നാൽ മാത്രമേ ഇതിലൊരു തീരുമാനത്തിലെത്താനായി സാധിക്കൂ. ഭീമമായ ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. എത്രത്തോളം എന്നുള്ളതിലാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇനി ഈ വാങ്ങിയ പണമൊക്കെ തന്നെ അവർ എന്തിനു വേണ്ടി ചിലവഴിച്ചു? ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ധൂർത്തടിച്ചാലും ആർഭാടം കാട്ടിയാലും അതിനൊരു പരിധിയുണ്ട്. 65 ലക്ഷം രൂപയോളം ഇക്കഴിഞ്ഞ 7 വർഷത്തിനകത്ത് അവർ ചിലവാക്കണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കും അവർ ചെയ്തിട്ടുള്ളത്? ഗൾഫിൽ പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കവും ബിസിനസ് പൊളിയുകയും ഒക്കെ തന്നെ ചെയ്തത് കാരണം യാത്രാരേഖകൾ ശരിയാകാതെ 7 കൊല്ലമായി നാട്ടിലെത്താൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ് പിതാവ് റഹീം. അദ്ദേഹത്തിന് 15 ലക്ഷം രൂപയുടെ കടം മാത്രമാണുള്ളത്. അത് പരിഹരിക്കാൻ തനിക്ക് തന്നെ സാധിക്കുമെന്ന് റഹീം തന്നെ പറയുന്നു. പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട് കടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ മുഴുവൻ കടങ്ങളും വീട്ടിയിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട കടമൊന്നും തന്നെ കുടുംബത്തിന് മേലില്ല എന്നാണ് റഹീം പറയുന്നത്. ഒരു പക്ഷേ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ 30 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കടം വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. പക്ഷേ ഇതിൻ്റെ വ്യക്തമായ തെളിവാണ് ലഭിക്കാത്തത്. കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമാല അടക്കം പണയം വെച്ചിരുന്നു. അതാണ് റഹീമിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പണം റഹീമിൽ നിന്നും വാങ്ങിയിരുന്നു. 10,60,000 രൂപയോളം വിദേശത്ത് നിന്നും താൻ അയച്ചു കൊടുത്തു എന്ന് റഹീം അടക്കം പറയുന്നു. തനിക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടോ മാനസിക പ്രയാസമോ ഒന്നും തന്നെ
കുടുംബത്തെ അറിയിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് അഫാനെ അറിയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവൻ്റെ തലയിൽ ഇത്രയധികം ബാധ്യത ഉണ്ടാകുന്നതെന്നാണ് ആ പിതാവും വേദനയോടുകൂടി ചോദിക്കുന്നത്. അഫാൻ്റെയും ഉമ്മയുടെയും ജീവിതശൈലി തന്നെയാണ് ഈ കടം പെരുകാൻ കാരണമെന്നുള്ള വിലയിരുത്തലിലേക്ക് ഏറ്റവും ഒടുവിൽ പോലീസും എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ചുരുളഴിയിക്കാനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംഘം. ന്യൂസ് ഡെസ്ക്, വെള്ളി വാർത്ത ഇൻസൈറ്റ്.